ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ജാസ്മിനുള്ളിടത്ത് ഗബ്രിയുണ്ട്, ഗബ്രിയുള്ളിടത്ത് ജാസ്മിനുണ്ട്. ഇവർ തമ്മിൽ പ്രണയമോ അതോ സൗഹൃദമോ? ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കൂടുതൽ അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. വേറൊന്നുമല്ല, നമുക്കറിയാലോ ബിഗ് ബോസിൽ ഇവർക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഇവരുടെ. പല ആളുകൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ അവിടെ നിലനിൽപ്പിന് വേണ്ടി വന്ന് ഇവർ തന്നെ സമ്മതിച്ചുണ്ട് നിലനിൽപ്പിക്കാൻ വേണ്ടി ഇവർ ഫ്രണ്ട്ഷിപ്പായിട്ട്. പിന്നെ അവർ കൂടുതലും ജെനുവിനായിട്ട് പുറത്തിറങ്ങിയ ശേഷം ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ സൗഹൃദം, ഇപ്പോൾ സൗഹൃദം എന്ന് അവർ പറയുന്നു, അത് നിലനിൽക്കുന്നുണ്ട്. അവരുള്ള സൗഹൃദങ്ങൾ ഇപ്പോൾ അവരവിടെ പോയാൽ ഒരുമിച്ച് പോകാറുണ്ട്, ഒരുമിച്ച് വ്ളോഗ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ വീഡിയോ അവരുടെ ചാനലുകളിൽ ഇടുന്നുണ്ട്. രണ്ടുപേർക്ക് യൂട്യൂബ് ചാനലുണ്ട്. രണ്ടുപേരുടെ യൂട്യൂബ് ചാനലിൽ അവർ ഒരുമിച്ച് വീഡിയോ ഇടുന്നുണ്ട്. ഒരുമിച്ച് പരസ്പരം ഓരോ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ജാസ്മിന് നല്ല രീതിയിൽ ഗബ്രി കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള സൗഹൃദമാണോ അതോ പല ആളുകൾ ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. പിന്നെ ഇവർ തമ്മിൽ സൗഹൃദമാണോ അതോ വെറും ഫ്രണ്ട്ഷിപ്പാണോ അതോ ലവിങ് ആണോ എന്നൊക്കെ, ഇവർ തമ്മിൽ സത്യത്തിൽ സ്നേഹിക്കാണോ ഇവർ പ്രേമിച്ചാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇവർ മറ്റുള്ള ഇതൊന്നും നമ്മൾ കാണുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇവർ സൗഹൃദമാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നുമല്ല, ഇവരെപ്പോഴും ഒരുമിച്ച് നടക്കാറുണ്ട്, ഒരുമിച്ച് ഇതായിട്ട് എല്ലാം മോശമായിട്ടുള്ള ഒരു ഇത് നമ്മൾ ഇവരെ കുറിച്ച് കേട്ടിട്ടില്ല. ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസിനുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടേ നിങ്ങൾ അഭിപ്രായം പറയുള്ളൂ. ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കൂടുതലും ഇതായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വീഡിയോസും ഇവർ ഒരുമിച്ചാണ്, പലപ്പോഴും ഇവരെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ ഇവർ തമ്മിൽ പ്രണയത്തിലാണോ അതോ ഇവരെ സൗഹൃദമാണ്? എനിക്ക് തോന്നിയത് പ്രണയത്തിലല്ല, സൗഹൃദമായിട്ടാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ട്. ജാസ്മിൻ്റെ കണ്ണുകളിൽ അറിയാം. ഗബ്രിയോട് ജാസ്മിന് നല്ല ഇഷ്ടമുണ്ട്. ജാസ്മിൻ നേരത്തെ അവിടെ വെച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഗബ്രി അത് ഫ്രണ്ട്ഷിപ്പായിട്ടാണ് ഇതാകുന്നത്. ഇനിയിപ്പം ഭാവിയിൽ ഇനി ഇവർ തമ്മിൽ പ്രണയമോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരുമിച്ച് കല്യാണം കഴിക്കണമെന്നില്ല. ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് നിങ്ങളാണ്, പ്രേക്ഷകരാണ് ഇത് വിലയിരുത്തേണ്ടത്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താണെന്ന് ഇപ്പം നിങ്ങൾ തന്നെ അറിയാം. എവിടെ പോയാലും ഇവർ ഒരുമിച്ചാണ് പോകുന്നത്. ഏത് വീഡിയോ ഇട്ടാലും നല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കരിവാരിത്തേക്കോ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും ഒന്നും ചെയ്യാതെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. എവിടെ പോയാലും ഇവർ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്, ഒരുമിച്ചാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവർ ഓരോ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അല്ല ഉദ്ഘാടനത്തിന് പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം മുടിയൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ ഒക്കെ അവർ ഒരുമിച്ചാണ് ഇവരുടെ നടപ്പ്. അവരെല്ലാം നമ്മുടെ ബിഗ് ബോസിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. കൂടുതൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം രണ്ടുപേരും കെയർ ചെയ്ത് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ജാസ്മിൻ്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ അറിയാം ഗബ്രിയോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. പക്ഷെ അത് ഗബ്രിക്ക് ഇങ്ങോട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതപ്പോൾ അന്ന് അവിടെ വെച്ച് ഗബ്രി പറഞ്ഞായിരുന്നു ഫ്രണ്ട്ഷിപ്പായിരുന്നു, ഫ്രണ്ട്ഷിപ്പല്ല വേറൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ പ്രണയത്തിലേക്ക് വരുമോ അല്ലെങ്കിൽ ഇതുണ്ടാവുമെന്നോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അതൊക്കെ അവരുടെ കാര്യമാണ്. അവർ കല്യാണം നടക്കുകയാണെങ്കിൽ വളരെ സന്തോഷം എന്നേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആരെയും വിമർശിക്കാനും ഞാനില്ല, ആരെയും സപ്പോർട്ട് ചെയ്യാനില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ എനിക്ക് കൊച്ചുകൂടിയ ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.